റാഫി, കേരളത്തിലെ കല്യാണം മോചിതരായവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുക. റാഫി ഇപ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. BBC-യിലൊക്കെ വന്നോ? എങ്ങനെ BBC പോയിപ്പെട്ടു? ഞാൻ ചെയ്തിട്ടുള്ള ക്യാമ്പുകൾ കണ്ടിട്ട് അവര് വന്നതാ. ഇപ്പൊ സാറ് പറഞ്ഞ ഡിവോഴ്സ് എന്നുള്ളത് ഒരു മോശമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ പൊതുവെ സമൂഹത്തിന് അങ്ങനെ ഒരു താങ്കളുടെ നിലപാട് എങ്ങനെ ഈ കാര്യത്തില്? എന്റെ നിലപാട് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് ആരായാലും അതിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് പെട്ടെന്ന് ത്യാഗങ്ങൾ സഹിച്ച് അവിടെ തുടരണോ, പൊളിച്ചു പുറത്തിറങ്ങണോ? പൊളിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതല്ല. ഇത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നാളെ ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഇപ്പം കോംപ്രമൈസ് എന്നുള്ളതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ളതാണ്. സ്നേഹത്തോടെയാണ് കോംപ്രമൈസ് എന്നുള്ളത്. മ്യൂച്വൽ റെസ്പെക്റ്റും പിന്നെ ലോയൽറ്റിയും ട്രസ്റ്റും ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ നിങ്ങൾക്ക് എതിർപ്പുള്ളവരുണ്ടെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന റിലേഷൻഷിപ്പ് അത്ര മനോഹരമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ആളുകൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തുന്ന സാധനമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ച് അവിടേക്ക് എത്തണമെന്ന് വിചാരിച്ച് ആലോചിച്ചെത്തുന്ന സാഹചര്യമാണ്. ആ എത്തിക്കഴിഞ്ഞ് ഈ സമൂഹത്തിൽ എത്തുമ്പോൾ സമൂഹം അത്രയും വലിയ അക്സെപ്റ്റൻസ് അതിന് കൊടുക്കുന്നില്ല. നമ്മളെ വിഷമിപ്പിച്ച കാര്യം ഈ ഡിവോഴ്സുകൾ ഇങ്ങനെ കൂടുന്നു. അതെന്തുകൊണ്ടാണ് സാറിന് വിഷമം? കല്യാണ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ പറഞ്ഞു, ഡിവോഴ്സ് ക്യാപിറ്റലാണ് കേരളം എന്ന് പറഞ്ഞ ഒരു വേഡിങ് അല്ല. അപ്പൊ ഈ ഡിവോഴ്സ് കൂടുന്നു എന്നതിന് വിഷമെന്ന് സാറ് പറഞ്ഞു. അപ്പൊ മോശമായ മാരേജുകളിൽ കിടന്ന് സ്റ്റക്ക് ആവുന്നതിലല്ലേ നമ്മൾ വിഷമിക്കേണ്ടത്? അങ്ങനെയാണോ? താങ്കളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് എന്റെ കാര്യം എന്താണ്, എന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി അല്ലാത്തൊരു മാരേജിൽ നിന്നും ഇറങ്ങി വന്ന് ഇപ്പം മാരേജ് ആയിരുന്നോ പ്രണയമായിരുന്നോ? അറേഞ്ച്ഡ് ആൻഡ് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആർക്ക് ഇഷ്ടപ്പെട്ടു? അല്ല, ഇതിനൊക്കെ സൈക്കോളജിക്കൽ റീസൺ ഉണ്ടോ അറിയാൻ വേണ്ടിയാ. ആർക്ക്? രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാലാണല്ലോ ഒരു കല്യാണം നടക്കുക. ഇല്ല, പ്രണയമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ സംസാരിച്ചു, കല്യാണം നടന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര കാലം നീണ്ടുപോയി കല്യാണം? ഒരു 9 വർഷം നീണ്ടു നിന്ന് 9 കൊല്ലം നിന്ന വിവാഹം. 9 കൊല്ലത്തിനിടെ ശ്വാസം മുട്ടിയോ? ഈ ശ്വാസം മുട്ട എന്നുള്ള സാർ ഇപ്പൊ തന്നെ ചോദിക്കുമ്പം എന്നോട് ഒരാളോട് ചോദിക്കുക, ഇപ്പം ഒരു ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പം ആരെടുത്തായിരുന്നു തെറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആളുകൾക്ക് അറിയേണ്ടത് ആരെടുത്തായിരുന്നു തെറ്റെന്ന. ഇതൊരു പൊതുസമൂഹത്തിന്റെ തോട്ടാണ്. എന്തായിരുന്നു പ്രശ്നം? ഈ പ്രശ്നം ആക്ച്വലി വേറൊരാൾ അറിയേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഏത്? അതായത് ചിലത് പുറത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ വിവാഹമോചനത്തിൽ ഒരുപാട് ആളുകൾ സ്റ്റക്കായി കിടക്കുന്ന വിവാഹത്തിൽ നിൽക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൺ ഉണ്ട്. വുമൺ മാത്രമല്ല, എല്ലാവരും. ഇവർക്കൊക്കെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഭയങ്കര പ്രയാസങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുക, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അതെ. അത് ഓരോ ക്യാമ്പിന് ഓരോരുത്തരാണ് വരിക. ഒരു ക്യാമ്പ് 2 ഡേ ക്യാമ്പ് പോലെ. ഞാനൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. അല്ല, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം. അനൂപ്, മാഡത്തിനോടൊരു ചോദ്യം. ചോദിച്ചോളൂ. ഇവിടെ മാഡത്തിന്റെ പങ്കാളിയെ മാഡം സ്വയം തീരുമാനിക്കുകയും അതേസമയം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കണ്ടെത്തുന്ന ഒരു പയ്യനെ കണ്ടെത്തി നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നടക്കുന്ന രീതിയിൽ ഒരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് ഒഴിവാക്കാമായിരുന്നു എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും? എന്റെ ഉമ്മയും ഇപ്പയാണ് എന്റെ വിവാഹം നടത്തി തന്നത്. ഇദ്ദേഹം സ്വയം കണ്ടെത്തിയ ഒരു പയ്യനാണ്. ഇത് എനിക്ക് എങ്ങനെയാണോ എന്നുള്ളത് ഞാൻ എടുക്കും. ഇനി ഞാൻ അറേഞ്ച് മാരേജിനും ഓക്കെയാ. ഞാനിപ്പോൾ ഡിവോഴ്സ് ആണ്. ഞാൻ വിവാഹത്തിനോട് എതിർപ്പല്ല. ഇനി ഞാൻ ചിലപ്പോൾ വിവാഹം കഴിക്കും. എൻ്റെ പാരൻസും എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്, ഞാനും എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പം അറേഞ്ച് മാരേജും ലവ് മാരേജും അവിടെ പ്രശ്നമല്ല. നല്ല പാർട്ട്ണറിനെ കിട്ടുക എന്നുള്ളതല്ലേ. എന്താ പറ്റിയത്? ഡിവോഴ്സ് ആയോ? ഡിവോഴ്സ് ആയി. ഇന്നലെ പേപ്പർ കിട്ടിയത്. ഡിവോഴ്സ് ചെയ്തുകൊണ്ട് പേപ്പർ കിട്ടി. അതിന്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എന്തായിരുന്നു സംഭവിച്ചത്? കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.